ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ചെറുപ്പക്കാരും അല്ലെങ്കിൽ പ്രായമായവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പോലും വരാവുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മളിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ പോലുള്ള ഒരു അവസ്ഥ വന്നാൽ പലരുടെയും പ്രശ്നമാണ് അവർക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കുന്നത്. പലരും തമാശ രീതിയിലൊക്കെ ഇതിനെ തള്ളിക്കളയാറാണ് പതിവ്. ഇന്ന് നമുക്ക് എന്താണ് ഡിപ്രഷൻ എന്നും അത് നമുക്ക് ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നും എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്നും ഡിപ്രഷൻ നമുക്ക് വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോ അവസാനം വരെ കാണുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഡിപ്രഷൻ? ഡിപ്രഷൻ എന്നത് ഒരു ഡിപ്രസീവ് ഡിസോർഡറാണ്. ഇതൊരു മെൻ്റൽ കണ്ടീഷൻ വിഭാഗത്തിൽ വരുന്നതായതുകൊണ്ട് തന്നെ അമിതമായ വിഷമം തോന്നുക, അല്ലെങ്കിൽ ഒരു കാരണവും ആലോചിക്കാൻ കിട്ടാനില്ലെങ്കിലും എപ്പോഴും സാഡായിട്ടിരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാതിരിക്കുക, ഒരു കാര്യവും ചെയ്യാൻ മനസ്സിലൊരു മോട്ടിവേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതൊരു വ്യക്തിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഭാവനകളെയും ഒക്കെ ബാധിക്കും. ഏറെക്കാലത്തെ ഡിപ്രഷൻ ശരീരത്തെയും മാനസികമായ വികാരങ്ങളെയും വളരെയധികം ബാധിക്കും. ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിലും ഡിപ്രഷൻ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. 3 തരത്തിലുള്ള സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേതാണ് ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ വികാരപരമായിട്ടുള്ള ലക്ഷണങ്ങൾ. എപ്പോഴും സാഡായിട്ട് കാണപ്പെടുക, അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിട്ട് തോന്നുക, എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല എന്ന് തോന്നുക, നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴും ഒരു സൂയിസൈഡ് ടെൻഡൻസി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. രണ്ടാമത്തെ സിംറ്റമായിട്ട് വരുന്നതാണ് ഫിസിക്കൽ സിംറ്റംസ്. എപ്പോഴും ഒരു ലോ എനർജിയിൽ ശരീരം കാണപ്പെടുന്നതും. അതുമാത്രമല്ല, ഡിപ്രഷൻ സ്റ്റേജിലുള്ള ഒരാൾക്ക് അവരുടെ സ്ലീപ്പ് പാറ്റേണിൽ മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. അമിതമായ ഉറക്കമോ ഉറക്കക്കുറവോ ഒക്കെ കണ്ടുവരാം. ശരീരത്തിൻ്റെ ഭാരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഓവർ വെയിറ്റ് ആകുക അല്ലെങ്കിൽ ഓവറായിട്ട് സ്ലിം ആവുന്നതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഫിസിക്കൽ മൂവ്മെൻറ്റ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ സ്ഥിരം സംസാരിക്കുന്ന രീതിയിൽ നിന്നും വളരെ പതിയെ സംസാരം മാറുന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതും നോട്ടീസ് ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് ശരീരം കാണിക്കുന്ന സിംറ്റമാണ് ബിഹേവിയറൽ സിംറ്റംസ്, അതായത് പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. എപ്പോഴും ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു സോഷ്യൽ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നതും, അമിതമായ ഡ്രഗ്സിനോ ആൽക്കഹോളിനോ അടിമപ്പെടുന്നതും എല്ലാം ഡിപ്രഷൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് വരാം. ഡിപ്രഷൻ ഒരാളുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളിലും വളരെയധികമാണ്. ഇത്തരത്തിലുള്ള സിംറ്റംസ് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കോ തോന്നിയാൽ അപ്പോൾ ഡിപ്രഷന് കാരണമായവായേക്കാം. ഡിപ്രഷൻ്റെ കാരണമായിട്ട് പല ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അത് ജെനറ്റിക്സ് മൂലമോ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസോർഡർ മൂലം ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് മൂലവും ഡിപ്രഷൻ ഉണ്ടായേക്കാം. വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ജീവിതത്തിൽ സംഭവിച്ചവർക്കും ഡിപ്രഷനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നതും ഡിപ്രഷനൊരു കാരണമായിട്ട് കണ്ടുവരുന്നു. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സായ ലോൺലിനെസ്സും അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് മൂലമോ അമിതമായിട്ടുള്ള സ്ട്രെസ് കൊണ്ടോ ഡിപ്രഷൻ ഉണ്ടായേക്കാം. ചില രോഗങ്ങളായ ഡയബറ്റീസ് മൂലമോ ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങൾ മൂലമോ ഡിപ്രഷൻ ഉണ്ടായേക്കാം. അതുമാത്രമല്ല, സ്റ്റിറോയിഡ്സിൻ്റെ സൈഡ് എഫക്ട്സ് കൊണ്ടും ഡിപ്രഷൻ കണ്ടുവരുന്നു. ഇനി ഡിപ്രഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചു, ഇനി എങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്യാമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഓവർകം മെത്തേഡാണ് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത്. സൈക്കോ തെറാപ്പി കൊണ്ടും മെഡിക്കേഷൻസ്, അതായത് ചില മരുന്നുകളുടെ ഉപയോഗങ്ങൾ കൊണ്ടും ഡിപ്രഷൻ മാറ്റിയെടുക്കാം. ഡിപ്രഷനുള്ള ഒരാൾ അത് മനസ്സിലാക്കി പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നതാണ് ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവരിക, നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആകുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക, എക്സസൈസ് ചെയ്യുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, കൃത്യമായിട്ടുള്ള ഉറക്കം ഫോളോ ചെയ്യുക, ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം തന്നെ നിർത്തുക, മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരുന്ന ഗ്രൂപ്പ് കോൺവെർസേഷൻസ് പോലെയുള്ള പ്രാക്ടീസസ് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡിപ്രഷനിൽ നിന്നും ഓവർകം ചെയ്യാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടുകാരോടും നമ്മുടെ ഫ്രണ്ട്സിനോടുമൊക്കെ നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് തുറന്ന് സംസാരിക്കുക എന്നത്. ജീവിതത്തിൽ ചെറിയ ചെറിയ ഡേ ബൈ ഡേ ഗോൾസ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നതും ഒരു ബെസ്റ്റ് പ്രാക്ടീസാണ്. അതായത് അലാറം വെച്ച സമയത്ത് കൃത്യമായി എണീക്കുക പോലുള്ള വളരെ ചെറിയ 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 ആക്ടിവിറ്റീസ്.
നമുക്കിഷ്ടമുള്ളവരുടെ കൂടെ വളരെയധികം ടൈം സ്പെൻഡ് ചെയ്യുന്നതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഡിപ്രഷൻ എപ്പോഴും ഒരു മാറ്റാവുന്ന കണ്ടീഷനാണ്. അതിനെ തിരിച്ചറിയുകയും സഹായം തേടുകയുമാണ് നമ്മൾ വേണ്ടത്. നമുക്ക് ചുറ്റുമുള്ളവരിൽ ഡിപ്രഷൻ ഉള്ളതായി തോന്നിയാൽ നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.